പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും സ്വാഗതം. വിൻഡോസ് 10-ൽ എങ്ങനെയാണ് ലിബർ ഓഫീസ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ എന്താണ് ലിബർ ഓഫീസ് എന്ന് പറയുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം മൈക്രോസോഫ്റ്റ് ഓഫീസ്. ഈ മൈക്രോസോഫ്റ്റ് ഓഫീസിൽ നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? വേഡ് ഉപയോഗിക്കുന്നുണ്ട്, എക്സൽ ഉപയോഗിക്കുന്നുണ്ട്, പവർ പോയിന്റ് ഉപയോഗിക്കുന്നുണ്ട്, ആക്സസ് ഉപയോഗിക്കുന്നുണ്ട് തുടങ്ങിയ ധാരാളം സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ ഓഫീസ് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിന്റെ ഒരു ഒറ്റ പാക്കേജിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് തുല്യമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഫ്രീയും അതുപോലെ തന്നെ ഓപ്പൺ സോഴ്സുമായിട്ടുള്ള ഒരു ഓഫീസ് പാക്കേജാണ് ലിബർ ഓഫീസ് എന്ന് പറയുന്നത്. വിൻഡോസ്, മാക്, ലിനക്സ് തുടങ്ങിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു ഓഫീസ് പാക്കേജാണ് ലിബർ ഓഫീസ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കുക, നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ആക്കുക, ഡൗൺലോഡ് ലിബർ ഓഫീസ് ഫോർ വിൻഡോസ് 10 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്യുക. ഫസ്റ്റ് വന്നിരിക്കുന്നത് LibreOffice.orgയുടെ സൈറ്റാണ്. ഈ ഭാഗം ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്നതാണ് ലിബർ ഓഫീസിൻ്റെ ഒഫീഷ്യൽ സൈറ്റ്. ഈ വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം. ഡൗൺലോഡ് ലിബർ ഓഫീസ് എന്ന് കാണാം. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സിസ്റ്റം ഏതാണെന്നും ഏത് ആർക്കിടെക്ചർ ആണെന്നും ഇവിടെ സെലക്ട് ചെയ്തിരിക്കും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അത് 64 ബിറ്റ് ആണ്. ഏത് ആർക്കിടെക്ചർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ സെറ്റിംഗ്സിലേക്ക് വരിക. സെറ്റിംഗ്സിൽ സിസ്റ്റം എന്ന് പറയുന്ന മെനു സെലക്ട് ചെയ്യുക. ഇവിടെ ഏറ്റവും താഴെയായിട്ട് എബൌട്ട് എന്ന് പറയുന്ന ഒരു മെനു കാണാം. ഈ മെനു ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ കാണാൻ കഴിയും ഞാൻ ഉപയോഗിക്കുന്നത് സിസ്റ്റം ടൈപ്പ് എന്ന് പറയുന്നത് 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 64 ബിറ്റ് എന്ന് കാണിച്ചിരിക്കുന്നത്. ഇനി ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡൗൺലോഡ്സിലേക്ക് വരുന്നു. ഡൗൺലോഡിംഗ് പൂർത്തിയായിട്ടുണ്ട്. ഡൗൺലോഡ്സിലേക്ക് വരുന്നു. ലിബർ ഓഫീസ് ഞാനൊന്ന് കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്ത് ഒന്ന് ഡെസ്ക്ടോപ്പിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ സാധാരണ ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ EXEയിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ ടിപ്പിക്കൽ സെലക്ട് ചെയ്യുക. ഇനി അല്ലെങ്കിൽ നമുക്ക് കസ്റ്റം ആവശ്യമുണ്ടെങ്കിൽ കസ്റ്റം സെലക്ട് ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ ഇവിടെ ടിപ്പിക്കൽ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ക്രിയേറ്റ് ഷോർട്ട് കട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ ഭാഗം ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇൻസ്റ്റാൾ കൊടുക്കുക. യെസ് ക്ലിക്ക് ചെയ്യുക. ഫ്രീയും ഓപ്പൺ സോഴ്സുമായിട്ടുള്ള ലിബർ ഓഫീസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. EXE എനിക്കിന് ആവശ്യമില്ല, ഞാനിന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. ലിബർ ഓഫീസിൻ്റെ ഈ ഐക്കൺ നമുക്കിവിടെ കാണാം. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ലിബർ ഓഫീസ് നമുക്ക് ഓപ്പൺ ആക്കാൻ കഴിയുന്നതാണ്. ഇവിടെ ഒന്നാമത് കാണിച്ചിരിക്കുന്നത് റൈറ്റർ ഡോക്യുമെൻ്റ് ആണ്. ഇത് മൈക്രോസോഫ്റ്റിലെ വേഡിന് തുല്യമാണ്. രണ്ടാമത്തത് കാൽക്ക് സ്പ്രെഡ്ഷീറ്റാണ്. ഇത് എക്സലിന് തുല്യമാണ്. ഇത് ഇംപ്രസ് പ്രസൻറ്റേഷൻ മൈക്രോസോഫ്റ്റിൻ്റെ പവർ പോയിന്റ് പ്രസൻറ്റേഷന് തുല്യമാണ്. ഇങ്ങനെ മൈക്രോസോഫ്റ്റ് ഓഫീസിന് സമാനമായിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഓഫീസ് പാക്കേജാണ് ലിബർ ഓഫീസ്. ഞാൻ ഈ റൈറ്റർ ഡോക്യുമെൻ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കുകയാണ്. ഇവിടെ ടിപ്സ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ടിപ്സുകൾ ഉപയോഗിക്കാം. ഞാനിവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുകയാണ്. മൈക്രോസോഫ്റ്റ് വേഡ് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ലിബർ ഓഫീസ് റൈറ്റർ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ലിബർ ഓഫീസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.